പൈതൃകം ഗുരുവായൂരിൻ്റെ പൈതൃകാന്വേഷണ യാത്ര ആറാട്ടുപുഴ ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്. ആറാട്ടുപുഴ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരത്തെ പെരുവനത്തുനിന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും അതുപോലെ തന്നെ നമ്മുടെ ആരാധനായ കുമാരേട്ടനും അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. എന്നാലും ഇവിടെ ആറാട്ടുപുഴ പൂരം പ്രസിദ്ധി കേട്ട പൂരമാണ്. അതിനെക്കുറിച്ചൊക്കെ ഇതിലെ ഉപദേശക സമിതിയിലെ മെമ്പറായ വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെറു വിവരണം തരും. 1443 പൂരമാണ് ഈ 2025 വരുന്നത്. അതിൽ പൂരത്തിൽ നമ്മുടെ ഈ പൂരത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ദേവീദേവന്മാർ തൃപ്രയർ തേവർ, ഊരകത്തമ്മ തിരുവടി, ചേർപ്പ് ഭഗവതി, ചാത്തക്കുടം ശാസ്താവ്, അന്തിക്കാട് ഭഗവതി, തൊട്ടിപ്പാൾ ഭഗവതി, പിഷാരിക്കൽ ഭഗവതി, എടക്കുന്നി ഭഗവതി, അയ്യൊന്ന് ഭഗവതി, തൈക്കാട്ടുശ്ശേരി ഭഗവതി, കടുപ്പശ്ശേരി ഭഗവതി, ചൂരക്കോട് ഭഗവതി, പൂനിലാർക്കാവ് ഭഗവതി, ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി, ചക്കംകുളങ്ങര ശാസ്താവ്, കോടന്നൂർ ശാസ്താവ്, നാങ്കുളം ശാസ്താവ്, ശ്രീമാട്ടിൻ ശാസ്താവ്, നെട്ടിശ്ശേരി ശാസ്താവ്, കല്ലേലി ശാസ്താവ്, ചെറ്റിച്ചാത്തക്കുടം ശാസ്താവ്, വേടംകുളം ശാസ്താവ്, തിരുവള്ളക്കാവ് ശാസ്താവ്. എന്നാ വരുന്ന പൂരം? ഏപ്രിൽ 9-നാണ് ഈ വർഷം വരുന്നത്. ഇന്ന് ഇലക്ഷൻ അതുകൊണ്ട് അല്ല, ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി പോകണം ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ. അല്ല ഇന്നലെ ഇവിടെ ദേശവിളക്കായിരുന്നു. ആറാട്ടുപുഴ പൂരം. അപ്പോൾ നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെ ഒരു സ്മരണയ്ക്ക് ഒരു ഉപഹാരം കൊടുക്കാം. ഉപഹാരം കൊടുക്കാം. പൂരത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാസ്താവ് ഇറക്കവും മറ്റുള്ള ഭഗവതി കയറ്റം ഇട്ടുള്ള അതാണ് ഈ ഇവിടുന്ന് ഇറങ്ങി പൂരം അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഉപഹാരം നമ്മുടെ ഗുരുവായൂർ ദേവസ്ഥയിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ശശി മധുവൻ 50 വാങ്ങിച്ച് നമ്മുടെ